അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരു കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദർശനത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷമായിട്ട് തന്റെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ധർമ്മവും സ്വർഗത്തിലെത്തി എന്ന് പറയുന്നത് കാണാം. അതിനുശേഷം പിന്നീട് താൻ അപ്പോസ്തലനായ പത്രോസിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും അവിടെ ഒരു കൂട്ടം ജനത്തെ അവിടെ കൂട്ടിവരുത്തി ദൈവവചനം കേൾക്കുവാൻ താൻ അതിനുവേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്റെ ഭവനത്തിലുള്ള മറ്റു പ്രിയപ്പെട്ടവരെയും അതുപോലെ തന്നെ തന്റെ ചാർച്ചക്കാരെയും ദൈവവചനം കേൾക്കുവാനായി അവിടെ കൂട്ടിവരുത്തി. അങ്ങനെ പത്രോസ് അവരോട് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നു എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കണം, നമുക്കറിയാം മൽക്കോസിന്റെ മാളിക മുറിയിൽ ദൈവത്തിന്റെ ആത്മാവ് പെന്തക്കോസ്ത് ദിവസം ശക്തമായി വന്നെങ്കിൽ ഇവിടെ വിജാതികളുടെ ഇടയിൽ ശക്തമായി മറ്റൊരു മുറിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം വരുന്നത് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ട്? ഒരു കുടുംബം ദൈവത്തിന് വേണ്ടി നിൽക്കുകയും പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പ്രാർത്ഥന ഉയർത്തുകയും ചെയ്തതിന്റെ ഫലമായി അനുഗ്രഹങ്ങൾ താഴേക്ക് വന്നു എന്നുള്ളതാണ്. ഒരു കുടുംബം എന്നുള്ള നിലയിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാമെന്നുള്ളതിന്റെ വലിയൊരു മാതൃകയാണ് കൊർന്നല്യോസ് എന്ന് പറയുന്നത്. ആ ശതാധിപന്റെ വീട്ടിലേക്ക് കർത്താവ് ഇറങ്ങി വന്നതുപോലെ, അവന്റെ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ, അനേകരെ രൂപാന്തരപ്പെടുത്തുവാൻ ആ ഭവനത്തെ ദൈവം ഉപയോഗിച്ചതുപോലെ നമ്മുടെ ഭവനങ്ങളും അങ്ങനെ അനേകരുടെ രൂപാന്തരത്തിനും അനുഗ്രഹത്തിനും അതേപോലെ തന്നെ ദൈവിക ദൗത്യത്തിനുമായി തീരണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നിശ്ചയമായും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹത്തിന്റെ ഒരു വേദിയായി, ഒരു പ്ലാറ്റ്ഫോമായി ദൈവം ഉപയോഗിക്കുമെന്നുള്ളതാണ്.